നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പുനലൂർ നെടുങ്കയത്ത് കുടുംബശ്രീ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് നടത്തിയത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. സെക്രട്ടറി അറസ്റ്റിൽ. കുന്നിക്കോട് പട്ടാഴി റോഡിലെ തകർച്ചയിലായിരുന്ന കാവൽപുര പാലം ഇടിഞ്ഞു താണു. ഏരൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് 500 കവർ പാൻ മസാല പിടിച്ചു. വാർത്തകൾ വിശദമായി. സാമ്പത്തിക ക്രമക്കേടിലൂടെ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് 25 ലക്ഷത്തോളം രൂപ തട്ടിച്ച പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ പോലീസ് കേസെടുത്തു. അംഗങ്ങൾ പരാതി നൽകിയതിനെ തുടർന്ന് ഇരുവരും ഒളിവിൽ പോയെങ്കിലും സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ നെടുങ്കയം വൃന്ദാവനം കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റ് ഉഷാറാണിയും സെക്രട്ടറി മുംതാസുമാണ് അംഗങ്ങളെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാക്കിയത്. കുടുംബശ്രീ അംഗങ്ങളുടെ പേരിൽ വായ്പയെടുത്തും അത്തച്ചിട്ടി ഇടപാടുകൾ അടക്കമുള്ളവ നടത്തിയുമാണ് ഇരുവരും ചേർന്ന് പണം തട്ടിച്ചത്. ഇതിൽ മുംതാസിനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കപ്പെട്ട ഇവർ റിമാൻഡിലാണ്. വെള്ളിയാഴ്ച CDS ചെയർപേഴ്സൺ ജമീല തൌഫീഖും കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് തട്ടിപ്പിന്റെ വിവരം വെളിപ്പെടുത്തിയത്. കുടുംബശ്രീയുടെ രേഖകളും മറ്റും ഓഡിറ്റിന് ഹാജരാക്കാൻ പലതവണ CDS അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടും മുംതാസും ഉഷാറാണിയും അവ ഹാജരാക്കാതെ ഒഴിഞ്ഞുമാറിയത്രേ. സംശയം തോന്നിയ CDS അംഗങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം അറിഞ്ഞത്. സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പുനലൂർ ബ്രാഞ്ചിൽ നിന്ന് ലിങ്കേജ് വായ്പയായി എടുത്ത 4 ലക്ഷം രൂപയിൽ ചില കുടുംബശ്രീ അംഗങ്ങൾക്ക് 20,000 രൂപ വീതം ഇവർ നൽകിയിരുന്നു. ബാക്കി തുക കൈകാര്യം ചെയ്തത് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്നാണ്. എന്നാൽ അംഗങ്ങൾ വായ്പ തിരിച്ചടയ്ക്കാൻ നൽകിയ തുക ഇവർ ബാങ്കിൽ അടച്ചിരുന്നില്ല. അത്തച്ചിട്ടി നടത്തിയും വിവിധ ആവശ്യങ്ങൾ പറഞ്ഞും കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് 25 ലക്ഷത്തോളം രൂപയാണ് ഇവർ തട്ടിയെടുത്തത്. നെടുങ്കയം വാർഡിലെ വൃന്ദാവനം അയൽക്കൂട്ടത്തിലാണ് ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അയൽക്കൂട്ടം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 11/10/2009 അയൽക്കൂട്ടം തുടങ്ങിയത്. ആ കാലഘട്ടം മുതൽ 2/2/2013 അവിടെ ചില വിഷയങ്ങളുണ്ടെന്നും പറഞ്ഞ് കുടുംബശ്രീ CDSന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. വൃന്ദാവനം അയൽക്കൂട്ടത്തിൽ ത്രിപ്റ്റ് കൃത്യസമയത്ത് അടയ്ക്കുന്നില്ല, ലിങ്കേജ് വായ്പ എടുത്തത് തിരിച്ചടയ്ക്കുന്നില്ല, അംഗങ്ങൾ തിരിച്ച് അടയ്ക്കാൻ സെക്രട്ടറിയും പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഈ ലിങ്കേജ് വായ്പയും ആഴ്ചതോറും അടയ്ക്കുന്ന ത്രിപ്റ്റിലെ സമ്പാദ്യത്തിന്റെ പണവും ബാങ്കിൽ നിക്ഷേപിക്കുന്നില്ല, പിന്നെ പാസ്ബുക്ക് കാണിക്കുന്നില്ല. അയൽക്കൂട്ടങ്ങളുടെ അംഗങ്ങളുടെ ചെറിയ പാസ്ബുക്ക് മാത്രമാണ് അവരവരുടെ കയ്യിലുള്ളത്. ഇങ്ങനെ ചില വീഴ്ചകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവർ പിന്നെ ADS മീറ്റിംഗ് കൂടുമ്പം അവരുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ADS മീറ്റിങ്ങിൽ പങ്കെടുക്കുകയോ അവരുടെ ബാങ്ക് പാസ്ബുക്കും സാമ്പത്തിക രജിസ്റ്ററും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരാതി തന്നു. നമ്മൾ വിശദമായ ഒരു ചർച്ചയും അവരുടെ കണക്കെല്ലാം പരിശോധിച്ചു. കണക്ക് പരിശോധിച്ചപ്പം പിന്നെ ഒരു 4,75,000 രൂപയുടെ ഷോർട്ടേജാണ് വന്നിരിക്കുന്നത്. ലിങ്കേജ് വായ്പ അടക്കം ഉള്ളത്. ലിങ്കേജ് വായ്പ എടുത്തിരിക്കുന്നത് തന്നെ ബാങ്കും അവരും തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഓഡി അക്കൗണ്ടിൽ ആണ് പിന്നെ ലിങ്കേജ് വായ്പ എടുത്തിരിക്കുന്നത്. അപ്പം ആ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. 25,000 കൊണ്ടടച്ചാൽ പിറ്റേ ദിവസം ആ 25,000 അവർക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. അങ്ങനെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴേ അങ്ങനെ ഒരു പിന്നെ കള്ളക്കളി കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ കുടുംബശ്രീ CDSന് കഴിഞ്ഞത്. അംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയതറിഞ്ഞ ഇരുവരും ഒളിവിൽ പോയിരുന്നു. മുംതാസിനെ വാളക്കോടുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ 4-നാണ് പോലീസ് പിടികൂടിയത്. ഇവരെ പുനലൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രസിഡന്റ് ഉഷാറാണിയെ കണ്ടെത്താൻ പോലീസിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ചെയർപേഴ്സൺ ജമീല തൌഫീഖിനൊപ്പം CDS അംഗം ജ്യോതിർനിസ, കുടുംബശ്രീ അംഗം റാസിയ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിശ്വകർമ്മ സഭയുടെ പുനലൂർ പത്തനാപുരം യൂണിയനുകളുടെ പ്രവർത്തക കൺവെൻഷൻ ഞായറാഴ്ച പുനലൂർ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വിശ്വകർമ്മസഭ പത്തനാപുരം പുനലൂർ യൂണിയൻ പ്രവർത്തക കൺവെൻഷൻ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പുനലൂർ മുനിസിപ്പൽ ഹാളിൽ ചേരുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസ് ഉദ്ഘാടനം ചെയ്യും. ജനറൽ സെക്രട്ടറി PP കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. സഭാ വൈസ് പ്രസിഡന്റ് PC നടേശൻ, ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ K പുരുഷോത്തമൻ, സംസ്ഥാന സെക്രട്ടറി N ശിവദാസനാചാരി, വത്സ അപ്പക്കുട്ടൻ, ശാരദ വിജയൻ, K അനിൽ, CB വിജയകുമാർ, C ഗോപാലകൃഷ്ണൻ എന്നിവർ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. കേരള സഭയുടെ പത്തനാപുരം യൂണിയനിന്റെ പ്രവർത്തക സമ്മേളനം 2013 നവംബർ 10 പുനലൂർ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. പോസ്റ്റർ, ബാനർ, മറ്റ് ഫ്ലക്സുബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ദേവദാസ്, സഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PP കൃഷ്ണൻ മുഖ്യപ്രഭാഷണം. വിദ്യാഭ്യാസ ധനസഹായ വിതരണം സഭാ വൈസ് SSLC മുതൽ
ഡിഗ്രി തലം വരെ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ കെ പുരുഷോത്തമൻ ആദരിച്ചു. പത്തനാപുരം പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എൻ ശിവദാസനാചാരി, കൌൺസിൽ അംഗം കെ പുരുഷോത്തമൻ, പുനലൂർ പത്തനാപുരം യൂണിയൻ പ്രസിഡന്റുമാരായ ജി ഭാർഗവൻ, കെ സോമരാജൻ, ഭാരവാഹികളായ ആർ രാജഗോപാൽ, സെക്രട്ടറിമാരായ ടി സുരേഷ്, സി ഗോപാലകൃഷ്ണൻ, ആർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സ് തുടങ്ങി. കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ വീരമണികണ്ഠൻ ആദ്യ ബാച്ച് ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പുതുതായി ആരംഭിച്ച MSc മാത്തമാറ്റിക്സ് ബാച്ചിന്റെ ഉദ്ഘാടനം കേരള യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ വീരമണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഭൌതിക വളർച്ച യാഥാർത്ഥ്യമായാൽ മാത്രമേ പുതുതലമുറയ്ക്ക് ലോകത്തോടൊപ്പം വിജയിക്കാൻ കഴിയുകയുള്ളൂവെന്ന് പ്രോ വൈസ് ചാൻസലർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാറുന്ന ലോക സാഹചര്യങ്ങളും പുത്തൻ സാധ്യതകളും തിരിച്ചറിഞ്ഞ് പഠിച്ചു മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് മാൻ പവറാണ്. ഈ മാൻ പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖല ഭൗതിക മേഖലയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ദൈവം സഹായിച്ച് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം നോക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഭൗതിക മേഖലയിൽ തിളങ്ങാനും വിദ്യാഭ്യാസ മേഖലയിൽ വളരാനും ഏറ്റവും കൂടുതൽ സാധ്യതയും ഭൗതികമായിട്ടുള്ള വളർച്ചയിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മൾ മലയാളികളാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറന്റ് ജോസഫ് റമ്പാൻ ചടങ്ങിൽ അധ്യക്ഷനായി. സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള വിദ്യാലയങ്ങളിൽ പുതിയ കോഴ്സുകൾ ഇനിയും ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസി കുര്യൻ സ്വാഗതം പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റി ഗണിതശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ ജി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. പത്തനാപുരം മൌണ്ട് താബോർ ദേറ സെക്രട്ടറിയും മുൻ പ്രിൻസിപ്പലുമായ റവറന്റ് ഫാദർ KV പോൾ, ഡോക്ടർ NJ തോമസ് റമ്പാൻ, റവറന്റ് ഫാദർ ജേക്കബ് റോയ്, സ്റ്റാഫ് സെക്രട്ടറി റോയ് ജോൺ, പ്രൊഫസർ PC മാത്യു, PTA വൈസ് പ്രസിഡന്റ് രാധാമോഹൻ, കോളേജ് യൂണിയൻ ചെയർമാൻ ഡാനി ബെഞ്ചമിൻ, റവറന്റ് ഫാദർ NJ കോശി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വെള്ളിയാഴ്ച ഉപരോധിച്ച കുന്നിക്കോട് പട്ടാഴി റോഡിലെ കാവൽപുര പാലം ശനിയാഴ്ച ഇടിഞ്ഞു താഴ്ന്നു. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. തകർച്ചയിലായിരുന്ന കുന്നിക്കോട് പട്ടാഴി റോഡിലെ കാവൽപുര പാലം പൂർണ്ണമായും തകർന്നു. പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വെള്ളിയാഴ്ച റോഡ് ഉപരോധിച്ചിരുന്നു. ശനിയാഴ്ചയാണ് പാലം പൂർണ്ണമായും ഇടിഞ്ഞു താണത്. ഇരുചക്ര വാഹനം ഒഴിച്ചുള്ളവയ്ക്ക് പാലത്തിലൂടെ ഇപ്പോൾ കടന്നുപോകാൻ സാധിക്കില്ല. 1948 ഈ പാലം പണിയുന്നത്. ഈ പാലം പണിഞ്ഞതിന് ശേഷം ഇന്നുവരെ ഒരു നിർമ്മാണ പ്രവർത്തനം മെയിൻ്റനൻസ് ഒന്നും ചെയ്തിട്ടില്ല. പുനരൂരിൽ നിന്നും പട്ടാഴിയിലേക്കും കുന്നിക്കോട് നിന്ന് പട്ടാഴിയിലേക്കുമുള്ള മെയിനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഈ റോഡാണ്. കുന്നിക്കോട് പട്ടാഴി റോഡാണ്, ആറാട്ടുപുഴ റോഡാണ്. പാലം കേടായിട്ട് ഇപ്പോൾ 2 ദിവസമായി. അതിന്റെ ഉദ്യോഗസ്ഥർ BWയുടെ അറിയിക്കുകയും BW ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പാലം പരിശോധിച്ച് അവരുടെ റിപ്പോർട്ടും പ്രകാരം ഒരു വണ്ടി പോലും, അതായത് സ്കൂട്ടർ ഒഴിച്ച് 2 വീലർ ഒഴിച്ച് ബാക്കി ഒരു വണ്ടി പോലും കയറ്റി വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണെന്ന് അവരുടെ റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടി പോകാതെ തന്നെ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ദിവസേന അനേകം വാഹനങ്ങൾ കടന്നു പോകുന്ന പാലം എത്രയും വേഗം പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. PWയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പല ഭാഗത്തും അനാവശ്യമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ഈ സമയത്ത് ഇതുവഴി 2-3 സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്ക്, തലൂർ സ്കൂളിലേക്കും പട്ടാഴി സ്കൂളുകളിലേക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്ക് പോകേണ്ട, അതുപോലെ 100 കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും അടുത്താണ്. അപ്പോൾ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും അടക്കം 100 കണക്കിന് പേര് ദിനം പ്രതി കടന്നു വരുന്നു. അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ 100 കണക്കിന് വാഹനങ്ങൾ വരുന്നു. എന്നിട്ടൊന്നും ഈ അധികാരികൾ, ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഇത്ര സമയത്ത് ഇവിടെ യുവാക്കളടക്കം 100 കണക്കിന് ചെറുപ്പക്കാർ ഇവിടെ 2 ദിവസം കൊണ്ട് ഇവിടെ സമരത്തിലാണ്. പക്ഷെ എന്നിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒരു മെമ്പർ വന്നിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട MLAയോ MPയുടെയോ അവരുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് പോലും ഒരു ചെറുവിരലനക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷമായി. കൂടുതൽ പേർ കടിയേറ്റ് ചികിത്സ തേടുന്നതിനാൽ പ്രതിരോധ വാക്സിന് ക്ഷാമമുണ്ട്. പട്ടണത്തിലെ മാലിന്യ നിക്ഷേപമാണ് തെരുവുനായ്ക്കളുടെ എണ്ണം പെരുകാൻ കാരണമാവുന്നത്. കൊട്ടാരക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രികളിലെത്തുന്നവരുടെ എണ്ണം കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കടിയേൽക്കുന്നവരുടെ എണ്ണത്തിലെ അപ്രതീക്ഷിത വർധനവ് മൂലം പ്രതിരോധ വാക്സിന് മിക്കപ്പോഴും ക്ഷാമം നേരിടുന്നുണ്ട്.
തെരുവുനായ ശല്യം നിയന്ത്രിക്കാനുള്ള നടപടികൾ പഞ്ചായത്തോ മൃഗസംരക്ഷണ വകുപ്പോ കൈക്കൊള്ളുന്നുമില്ല. അനിയന്ത്രിതമായി നായ്ക്കൾ പെരുകുന്നത് ഗൌരവമായി കാണേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്ന പ്രവണത വ്യാപകമായതോടെയാണ് തെരുവുനായ്ക്കളുടെ എണ്ണം പെരുകിയത്. പേപ്പട്ടി ശല്യവും ടൌണിൽ രൂക്ഷമാണ്. 2 മാസം മുമ്പ് 2 പ്രഭാത സവാരിക്കാർ പേപ്പട്ടിയുടെ കടിയേറ്റ് മരിച്ചിരുന്നു. കൊട്ടാരക്കര KSRTC ബസ് ഡിപ്പോയാണ് തെരുവുനായ്ക്കളുടെ ആവാസ കേന്ദ്രം. രാത്രികാലങ്ങളിൽ ബസ്സിൽ വന്നിറങ്ങുന്നവർക്ക് നായ്ക്കൾ ഏറെ ദുരിതമുണ്ടാക്കുകയാണ്. പഞ്ചായത്ത് അധികൃതർ ഈ അവസ്ഥ ഗൌരവമായി കാണുന്നില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുന്നല യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ചയാണ് മത്സരം. സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. പുന്നല യുവജനവേദിയുടെ ആഭിമുഖ്യത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമ്മേളനം പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ് ഉദ്ഘാടനം ചെയ്യും. പുനലൂർ ഡിവൈഎസ്പി KL ജോൺകുട്ടി, പത്തനാപുരം SI മുബാറക്, ജില്ലാ പഞ്ചായത്ത് അംഗം ലതാ സി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. വടംവലി മത്സരത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. വടംവലി മത്സരം വളരെ സജീവമായി 4 വർഷം പിന്നിടുന്നു. 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നവംബർ മാസം 11-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പുന്നല പബ്ലിക് ലൈബ്രറിയിൽ വടംവലി മത്സരം നടക്കുകയാണ്. ഈ വർഷം കേരളത്തിലെ പ്രമുഖമായ ടീമുകൾ പങ്കെടുക്കുന്നു. കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ടീമുകൾ പങ്കെടുക്കുന്നു. ഫസ്റ്റ് പ്രൈസ് 20,000 രൂപയാണ്. പ്രൈസുകൾ 16 പ്രൈസുകളായി നമ്മൾ വർദ്ധിച്ചിട്ടുണ്ട്. വരുന്ന പ്രത്യേകതയെന്ന് പറഞ്ഞാൽ യുവജനവേദിയുടെ വടംവലിയിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ഭക്ഷണം നൽകുന്നുണ്ട്. P. ശ്രീജിത്ത്, അനുരാജ്, S. നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഏരൂരിൽ 500 കവർ പാൻ മസാല വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടി. പാൻ മസാല കടത്താൻ ഉപയോഗിച്ച വാഹനവും ഡ്രൈവറെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഞ്ചൽ ഏരൂരിൽ വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച 500 കവർ പാൻ മസാല ഏരൂർ പോലീസ് പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉത്പന്നങ്ങളായ ശംഭു, ചൈനീക്കൈരി മുതലായവ ഏരൂർ സബ് ഇൻസ്പെക്ടർ ഷിജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. സോപ്പ്, സിഗരറ്റ് മുതലായവ ചെറുകിട വ്യാപാരികൾക്ക് എത്തിക്കുന്ന വാഹനങ്ങളിലാണ് നിരോധിത പുകയില ഉത്പന്നങ്ങൾ ഏരൂർ സ്റ്റേഷൻ അതിർത്തിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതെന്ന് സബ് ഇൻസ്പെക്ടർ ഷിജി ലൈവ് വാർത്തയോട് പറഞ്ഞു. പാൻ മസാല വിതരണം ഹോൾസെയിലായിട്ട് ബീഡി സോപ്പ് ഇത്യാദി സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതിന് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ച് ആലഞ്ചേരി ചണ്ണപ്പേട്ടയുടെ കടവറം ഭാഗത്ത് വെച്ച് വാഹനം പരിശോധനയ്ക്കിടയിൽ ഒരു പിക്കപ്പ് ആട്ടോയിൽ വാഹന പരിശോധന പിക്കപ്പ് ആട്ടോയ്ക്കകത്ത് ബീഡി സോപ്പ് ഇതിനിടയിൽ 2 ബാഗുകളിലായിട്ട് ഗണേഷ്, ചൈനീക്കൈരി, ശംഭു ഇത്യാദി പാൻ മസാല 500ഓളം പാക്കറ്റുകൾ കണ്ടെത്തി. പാൻ മസാല കടത്താൻ ഉപയോഗിച്ച കണ്ടെയ്നർ ഓട്ടോറിക്ഷയും ഡ്രൈവർ മടത്തറ സ്വദേശി ജലീലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വെട്ടിക്കവല പഞ്ചായത്തിലെ മടത്തിയറ മാതേരുകാവ് ചിറ പൂർണ്ണ നാശത്തിലേക്ക് നീങ്ങുകയാണ്. ചിറ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി. വെട്ടിക്കവല പഞ്ചായത്തിലെ മടത്തിയറ മാതേരുകാവിന്റെ ചിറ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി. കയ്യേറ്റവും അനാസ്ഥയും മൂലം ചിറ പൂർണ്ണ നാശത്തിലേക്ക് നീങ്ങുകയാണ്. വർഷങ്ങളായി ആൾക്കാർ നീന്തൽ പഠിക്കുന്നതും കൃഷിക്ക് 3 ഏലാകൾക്കുള്ള ജലസേചനത്തിനു വേണ്ടിയും ഈ ചിറയാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ഈ ചിറ കാലാകാലങ്ങളിൽ നവീകരിക്കാത്തതുകൊണ്ട് മണ്ണിറങ്ങി കാട് കയറി നശിച്ചിരിക്കുകയാണ്. ഇന്ന് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു ചിറയായി മാറിയിരിക്കുകയാണെന്ന്. ഒരു കാലത്ത് ഈ പ്രദേശത്തുള്ള കിണറുകളെ ജലസമ്പുഷ്ടമാക്കിയിരുന്നു ഈ ചിറ. ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി പല പ്രാവശ്യം ചെറുകിട ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് എടുത്ത് തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ അയച്ചിട്ടുള്ളതാണ്. എന്നാൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായിരുന്നു മാതേരുകാവ് ചിറ. എന്നാൽ ഇന്ന് മണ്ണ് ഒലിച്ചിറങ്ങി കാടുകയറി പൂർണ്ണമായും നാശത്തിലാണ് ഇത്. ചിറയുടെ ഒരു ഭാഗം മണ്ണിറങ്ങി നിരന്നതിനാൽ ഇവിടം കുട്ടികൾ കളിസ്ഥലമായി ഉപയോഗിക്കുകയാണ്. ചിറ നന്നാക്കാൻ നടപടി ആവശ്യപ്പെട്ട് നേരത്തെ പഞ്ചായത്ത് അടങ്കൽ സഹിതം KV ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ നിവേദനം നൽകിയിരുന്നു. എന്നാൽ നടപടിയുണ്ടായില്ല. സ്ഥലം MLA ബഹുമാനപ്പെട്ട ശ്രീ KB ഗണേഷ് കുമാർ അവരുടെ ശുപാർശക്കത്ത്, വെട്ടിക്കവല പഞ്ചായത്തിന്റെ കമ്മിറ്റി തീരുമാനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ ചിറ നവീകരണത്തിന് വേണ്ടി അയച്ചത്. പക്ഷേ ഇനിയും ഈ ചിറ നവീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള കിണറുകളിലെ ജല ദൈർലഭ്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വെട്ടിക്കവല പഞ്ചായത്തിൽ ഇതുപോണം ഒരു നശിച്ചു കിടക്കുന്ന കുളങ്ങൾ വേറെയില്ല. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെന്റും പൊതുകുളങ്ങൾ
സംരക്ഷിക്കപ്പെടണമെന്ന് പല പ്രാവശ്യങ്ങളും നിവേദനം കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് നാളിതുവരെയും ഈ കുളം സംരക്ഷിക്കുന്നതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. കൂടാതെ ഇപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ വരും കാലങ്ങളിൽ കുടിവെള്ളം വളരെയധികം രൂക്ഷമാവുന്ന കാലഘട്ടത്തിൽ പോലും ഇത്തരം പണികൾ ഈ കുളത്തിന്റെ നവീകരണം ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഗവൺമെന്റ് ശുഷ്കാന്തി കാണിക്കുന്നില്ല. പഞ്ചായത്ത് മെമ്പർമാരായ രാമേന്ദ്രൻ പിള്ളയും ഞാനും ഉൾപ്പെടെ പല നിവേദനങ്ങളും കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ഇതിന്റെ ഒരു പ്രാരംഭ നടപടികൾ ആയിട്ടില്ല. ഇതൊരു എസ്റ്റിമേറ്റ് എടുത്ത് പോയതല്ലാതെ മറ്റ് ഇതിന്റെ പുനർനിർമ്മാണമായിട്ട് ഒരു കാര്യവും നടന്നിട്ടില്ല. ഇതൊരു പൊതുജനങ്ങളുടെ ഒരു ആവശ്യമാണ്. നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിറ നവീകരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വിളക്കുടി സ്നേഹതീരത്തിൽ ശനിയാഴ്ച നിയമസേവന ദിനാചരണം സംഘടിപ്പിച്ചു. അനുബന്ധമായി സംഘടിപ്പിച്ച സെമിനാർ ജസ്റ്റിസ് ഡി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു. വിളക്കുടി സ്നേഹതീരത്തിന്റെയും പത്തനാപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും പുനലൂർ ബാർ അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശനിയാഴ്ച വിളക്കുടി സ്നേഹതീരത്തിൽ നിയമസേവന ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീയും നിയമവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് ഡി ശ്രീദേവി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വിദ്യാഭ്യാസം വേണം, എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ആഹാരം വേണം, ഇതിനെല്ലാം എനിക്ക് എന്ത് വേണം? ഒരു തൊഴിലുണ്ടാകണം. അപ്പൊ തൊഴിലുണ്ടാകുക എന്ന് പറയുന്നത് എന്റെ മനുഷ്യാവകാശം. അപ്പൊ എനിക്ക് വീടുണ്ടാകണം, തൊഴിലുണ്ടാകണം, എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ആഹാരം വേണം, ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം. അപ്പൊ ഇതിനെല്ലാം സംരക്ഷണം എപ്പോഴാണോ കിട്ടുന്നത് അപ്പൊ മാത്രമേ നമുക്ക് പറയാനാവൂ ഇവിടെ മനുഷ്യാവകാശ സംരക്ഷണം നടന്നു എന്നാണ്. അപ്പൊ ഈ മനുഷ്യാവകാശ സംരക്ഷണം അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ 3-4 ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ മനുഷ്യാവകാശങ്ങൾ. അപ്പൊ 3-ാം ഭാഗം പറയുന്ന എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ പൗരാവകാശങ്ങൾ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയും. ഈ മൗലിക അവകാശങ്ങൾ എല്ലാം തന്നെ ഒരു വ്യക്തിയെ ആശ്രയിക്കും. പൗരന് മാത്രം ഉപയോഗിക്കാവുന്ന വകുപ്പുകളാണ് Part 3 of the Constitution, fundamental rights that relates to a particular individual. ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതാണ് ഈ പൗരാവകാശങ്ങളെല്ലാം. നിയമവിദഗ്ധർ, പോലീസ് ഓഫീസർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, പാരാലീഗൽ വോളണ്ടിയർമാർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് എഫ് കാസ്ലസ് ജൂനിയർ, ഷിബു തോമസ്, സിസ്റ്റർ റോസ്ലിൻ, എം ഷെരീഫ്, എം എ വാഹിദ്, അഡ്വക്കേറ്റ് ഗ്രീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊട്ടാരക്കരയിലെ ഗതാഗത കുരുക്ക് പതിവ് പോലെ തുടരുകയാണ്. ശനിയാഴ്ച മണിക്കൂറുകൾ നീണ്ട കുരുക്കിൽ PSC പരീക്ഷാ വിദ്യാർത്ഥികളും വലഞ്ഞു. കൊട്ടാരക്കരയിലെ പതിവ് ഗതാഗത കുരുക്കിൽപ്പെട്ട് ജനം വലയുകയാണ്. പരാതികളും പതിവായിട്ടും ഈ സ്ഥിതിക്ക് മാറ്റമില്ല. ശനിയാഴ്ചത്തെ തിരക്കിൽ PSC പരീക്ഷാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മണിക്കൂറുകൾ നിരത്തിൽ കാത്തുകിടക്കേണ്ടി വന്നു. ട്രാഫിക് അവലോകന യോഗങ്ങൾ കൊട്ടാരക്കരയിൽ കൃത്യമായി നടക്കുന്നുണ്ട്. ബന്ധപ്പെട്ട അധികാരികൾ യോഗത്തിൽ പങ്കെടുത്ത് ചായകുടി നടത്തി മടങ്ങുന്നതല്ലാതെ കുരുക്കിന് പരിഹാരമുണ്ടാകുന്നില്ല. റിംഗ് റോഡ് ഉൾപ്പെടെ നിരവധി സജ്ജീകരണങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള നിർദ്ദേശവും നിലവിലുണ്ട്. എന്നാൽ ഇതൊക്കെ കടലാസിൽ മാത്രം. ട്രാഫിക് സിഗ്നൽ പലപ്പോഴും തെറ്റായി പ്രവർത്തിക്കുന്നതും ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. ഈ സമയങ്ങളിലെ കുരുക്ക് കിലോമീറ്ററുകളോളം നീളും. തിരുവനന്തപുരം കോട്ടയം MC റോഡും കൊല്ലം ചെങ്കോട്ട ദേശീയപാത 744 തമ്മിൽ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ സംഗമിക്കുന്നതിനാൽ നിലവിലെ സംവിധാനങ്ങൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ ഗതാഗത കുരുക്ക് ഇങ്ങനെ തന്നെ തുടരും. മാറി മാറി വരുന്ന അധികാരികൾ വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ദേശീയപാതയിലെയും MC റോഡിലെയും വാഹനങ്ങൾ കൊട്ടാരക്കര ടൌണിൽ നിന്ന് മറ്റു വഴികളിലേക്ക് തിരിച്ചുവിട്ടില്ലെങ്കിൽ യാത്രാ ദുരിതം ഇനിയും ഏറും. വാഹനപ്പെരുപ്പം നിയന്ത്രിക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഗതാഗത നിയന്ത്രണവും റോഡ് വികസനവും മാത്രമാണ് കുരുക്ക് നിയന്ത്രിക്കാനുള്ള വഴി. വാഹനങ്ങൾ മണിക്കൂറുകളോളം നിരത്തിൽ കിടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഇന്ധനനഷ്ടവും സമയനഷ്ടവും വളരെ വലുതാണ്. അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രശ്നം രൂക്ഷമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാഥേയം പദ്ധതിക്ക് പവിത്രം ജുവലറി 1.5 ലക്ഷം രൂപ സംഭാവന നൽകി. ജുവലറിയിൽ നടന്നുവന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പും ശനിയാഴ്ച നടന്നു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുന്ന രോഗികൾക്ക് സൌജന്യ ഉച്ചഭക്ഷണം നൽകുന്ന പാഥേയം പദ്ധതിക്ക് പുനലൂർ പവിത്രം ജുവലറി 48,000 രൂപ സംഭാവന നൽകി. ജുവലറിയിൽ ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ സാബു പവിത്രം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R ഷാഹിർ ഷായ്ക്ക് ചെക്ക് കൈമാറി. ഞങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതത്തിൽ നിന്നും ഒരു വിഹിതം ഈ ഹോസ്പിറ്റലിലേക്ക് ഈ പദ്ധതിയിലേക്ക് മാറ്റിവെക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ ഒരു വർഷത്തെ 12 ചെക്ക് അതിന്റെ ഫണ്ട് ബഹുമാനായ ഡോക്ടറെ ഞങ്ങൾ വളരെ അഭിമാനപൂർവ്വം അദ്ദേഹത്തിന് കൈമാറുന്നു.
നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു, UDF നിയോജക മണ്ഡലം ചെയർമാൻ കരിക്കത്തിൽ പ്രസേനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജുവലറിയിൽ നടന്നുവന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നഗരസഭാ ഉപാധ്യക്ഷൻ എസ് ബിജു നിർവഹിച്ചു. ജുവലറിയിൽ നിന്ന് 10,000 രൂപയ്ക്ക് മുകളിൽ സ്വർണം വാങ്ങിയവരെ ഉൾപ്പെടുത്തി നടത്തിയ സമ്മാന പദ്ധതിയിൽ സരളാദേവിക്ക് 1ാം സമ്മാനമായ വാഷിംഗ് മെഷീനും, ഷാഹിന റിയാസിന് 2ാം സമ്മാനമായ ഗ്രൈൻഡറും, അനീഷ് കുമാർ, അൽ ഷിഫ, ഷംന എന്നിവർക്ക് 3ാം സമ്മാനമായ ഇൻഡക്ഷൻ കുക്കറും ലഭിച്ചു. പ്രോത്സാഹന സമ്മാനമായി 25 പേർക്ക് പട്ടുസാരികളും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പുനലൂർ നെടുങ്കയത്ത് കുടുംബശ്രീ പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് നടത്തിയത് ലക്ഷങ്ങളുടെ തട്ടിപ്പ്. സെക്രട്ടറി അറസ്റ്റിൽ. കുന്നിക്കോട് പട്ടാഴി റോഡിലെ തകർച്ചയിലായിരുന്ന കാവൽപുര പാലം ഇടിഞ്ഞു താണു. ഏരൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് 500 കവർ പാൻ മസാല പിടിച്ചു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.